ദൈവം എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമല്ലോ. മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കരുത്. ഈ ദേഷ്യം അങ്ങനെയുള്ള കുറേ ഇമോഷൻസിലൊക്കെ ഒരു കൺട്രോളുള്ള വ്യക്തി ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു ലിറ്ററൽ കലിപ്പനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പുള്ളി ആഴ്ചയ്ക്കാണ് ഈ ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ പോയി ഒരു ജീനോസൈഡ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ ചെന്നിട്ട് സ്ത്രീകൾ, കുട്ടികൾ, മുലകുടിക്കുന്നവർ, അവരുടെ കന്നുകാലികളെ പോലും കൊന്നുകളയണം, ഒന്നിനെ പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ഒരു മനുഷ്യരെയും ഇപ്പോൾ ഈ കൊല്ലാൻ പറയുന്ന ആളുകളെയും സൃഷ്ടിച്ചത് ഈ മഹാമനസ്കനായ തമ്പുരാൻ തന്നെ ആണല്ലോ. അപ്പോൾ പിന്നെ പുള്ളി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട്, പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നവരാണ് അവർ. ഇസ്രായേൽ മക്കളെ ഉണ്ടാക്കി, ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളാകാനായിട്ട് ഇന്നവരെ ഉണ്ടാക്കി. എന്നിട്ട് പുള്ളി പ്രോഗ്രാം ചെയ്ത രീതിയിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ എന്തിനു പുള്ളി അവരെ കൊല്ലണം? ഇതിലും എളുപ്പമായിട്ട് പുള്ളി സൃഷ്ടിപ്പുണ്ടാക്കിയപ്പോഴത്തേക്കും ഇവരെ അങ്ങ് സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നു. ഇവരെ സൃഷ്ടിക്കുകയും ചെയ്തു, ഇവരെ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നും പുള്ളി നിശ്ചയിച്ചു. അതിനുശേഷം അവർ പുള്ളി പറഞ്ഞതുപോലെ ജീവിക്കുമ്പോഴത്തേന് പുള്ളി അവരെ കൊല്ലാൻ പറയുന്നു. ഇതിലെന്ത് ലോജിക്കാവുള്ളത്? എന്തൊരു ദൈവം! ഇയാൾക്ക് തീരെ വിവരമില്ല. ഇയാളിനി സൈക്കോപാത്ത് വല്ലതാണോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു? അയാൾ തന്നെ ഉണ്ടാക്കുന്നു, അയാൾ തന്നെ അവരെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുന്നു. ഒരു യാതൊരു വിധ യുക്തിക്ക് നിരക്കാത്തൊരു ദൈവം. ഇത് പറയുമ്പോഴത്തേന് എല്ലാവരും പറയുന്നതാണ് അത് യഹോവ ഇച്ചിരി കലിപ്പനൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക്, ഇപ്പോൾ യേശു ക്രിസ്തു അത്ര നല്ലവനാണോ എന്ന് നോക്കാനായിട്ട് പോയപ്പോഴത്തേന് കുറേ കാര്യങ്ങൾ അവിടെയും കാണുന്നു. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കാനാന്യ സ്ത്രീ യേശു ക്രിസ്തുവിനെ കാണാൻ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോഴത്തേന് പെട്ടെന്ന് പുള്ളിക്കൊരു വൈബ്രേഷൻ വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായി ആരോ തൊട്ടു. ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഞാനാണേ കർത്താവേ, അടിയന് കുറച്ച് സൗഖ്യം കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ഒരു പുള്ളിക്കാരിയെ അഭിസംബോധന ചെയ്യുന്നത് മക്കളുടെ ഒപ്പം നായ്ക്കൾ കിട്ടുകൊടുക്കുമോ? ശ്രദ്ധിക്കുക, നായ്ക്കൾ. മക്കളെന്ന് പറയുന്നത് ഇസ്രായേൽ ആൾക്കാരും ഈ കാനാന്യവരെന്നുള്ളത് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്ലാനാണ്. അപ്പോൾ അവരെ നായ്ക്കളോടാണ് പുള്ളിക്ക് ഉപമിക്കാൻ തോന്നുന്നത്. പുള്ളി തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇമ്മാതിരി അച്ചള കുച്ചള പാഴുകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കളഞ്ഞുപോയ ആടുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവമാണെങ്കിൽ പുള്ളി കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഇന്നത്തെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു മോറൽ കോമ്പസ് വെച്ചിട്ട് അങ്ങനെ പറയുന്നത് വളരെ വൃത്തികെട്ട മോശമായ ഒരു പദപ്രയോഗമാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. മറ്റൊരു മനുഷ്യനെ നായയോട് ഉപമിക്കുക, അല്ലെങ്കിൽ പല വിശ്വാസികളും വന്നിട്ട് എന്നെ മണ്ടൻ, വിഡ്ഢി, പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനത് കാര്യമാക്കുന്നേ ഇല്ല. നിങ്ങളുടെ ദൈവം ഇങ്ങനെയാണല്ലോ സംസാരിച്ചത്, അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇതേ പറ്റത്തുള്ളൂ. പിന്നീട് ഈ മഹാമനസ്കനായ ദൈവം ഒരു അത്തിവൃക്ഷത്തിനോടൊക്കെ കാണിക്കുന്നൊരു സഹിഷ്ണുതയുണ്ട്.